everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 62nd lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax. And in this lecture, we are going to continue with the same topic, that is advance payment of tax. Advance payment of tax we കഴിഞ്ഞ lecture discuss ചെയ്തത് assessee deemed to be in default, credit for advance tax and interest for default in payment of advance tax എന്നിവയായിരുന്നു. ഇതിൽ interest for default in payment of advance taxന്റെ balance portion ആണ് ഈ lectureൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Interest for default in payment of advance tax, which comes under section 234B of Income Tax Act 1961. ഇതിലെ ഫസ്റ്റ് പ്രൊവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു and the second provision is where before the date of determination of income under section 143 subsection 1 or completion of regular assessment, tax is paid by the assessee on self-assessment under section 140A, the interest shall be computed as under. അതായത് സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്ന ഡേറ്റിന് മുൻപോ അല്ലെങ്കിൽ റെഗുലർ അസസ്മെൻറ്റിൻ്റെ കംപ്ലീഷന് മുൻപോ അസസി സെക്ഷൻ 140A പ്രകാരമുള്ള സെൽഫ് അസസ്മെൻറ്റിൻ്റെ ടാക്സ് പേ ചെയ്യുകയാണ് എങ്കിൽ ആ കേസിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇനി പറയുന്ന രീതിയിലാണ്. Interest shall be charged according to the foregoing provisions from 1st April till the date on which the tax is so paid and reduced by the interest, if any, paid along with the self-assessment tax. അപ്പോൾ അസസി സെക്ഷൻ 143 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്ന ഡേറ്റിന് മുൻപായിട്ടോ റെഗുലർ അസസ്മെൻറ്റിൻ്റെ കംപ്ലീഷന് മുൻപായിട്ടോ സെക്ഷൻ 140A പ്രകാരമുള്ള സെൽഫ് അസസ്മെൻറ്റിൻ്റെ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഫോർഗോയിങ് പ്രൊവിഷൻസ് അനുസരിച്ചാണ്. ആൻഡ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് 1st April മുതൽ ടാക്സ് പേ ചെയ്യുന്ന ഡേറ്റ് വരെ ഉള്ള പീരീഡിലേക്കാണ്. ആൻഡ് ഈ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടിൽ നിന്നും സെൽഫ് അസസ്മെൻറ്റ് ടാക്സിനോടൊപ്പം അസസി എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിൽ നിന്നും ലെസ് ചെയ്യണം. ഓക്കെ. Thereafter, interest shall be calculated on the amount by which the tax so paid, self-assessment, together with the advance tax paid, falls short of the assessed tax. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇനി പറയുന്ന രണ്ട് എമൗണ്ടും കൂടി ചേരുന്നതാണ്. ഒന്നാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ട് ഏതാണോ ആ എമൗണ്ട്, അതിനോടൊപ്പം അസസ്ഡ് ടാക്സിൽ നിന്നും എത്ര എമൗണ്ട് കുറവാണോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് ആ കുറവായ എമൗണ്ട്. അപ്പോൾ ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ടും അതിനോടൊപ്പം അസസ്ഡ് ടാക്സിൽ നിന്നും എത്ര എമൗണ്ട് കുറവാണോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് ആ കുറവായ എമൗണ്ടും കൂടി ചേർന്ന് വരുന്ന എമൗണ്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ. Where an application for settlement to the Settlement Commission under section 245C subsection 1 has been made. അതായത് സെറ്റിൽമെൻറ്റിനായി സെറ്റിൽമെൻറ്റ് കമ്മീഷന് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് കംസ് അണ്ടർ സെക്ഷൻ 245C സബ്സെക്ഷൻ 1. ഈ കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നോക്കാം. The interest shall be charged from 1st April of the assessment year till the date of making such application on the additional amount of income tax referred to in section 245C subsection 1. സെറ്റിൽമെൻറ്റ് കമ്മീഷന് സെറ്റിൽമെൻറ്റിനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കേസിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലെ 1st April മുതൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് വരെയുള്ള പീരീഡിലേക്കാണ്. ആൻഡ് ഈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് സെക്ഷൻ 245C സബ്സെക്ഷൻ 1 റെഫർ ചെയ്തിരിക്കുന്ന അഡീഷണൽ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സിലാണ്. ഓക്കെ. Where the settlement commission increases the total income as compared to the total income disclosed in the application for settlement, the interest shall be computed as under. അതായത് സെറ്റിൽമെൻറ്റിനായി സെറ്റിൽമെൻറ്റ് കമ്മീഷന് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം ഉണ്ടായിരിക്കും.
ആൻഡ് സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത ടോട്ടൽ ഇൻകത്തെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. ഈ ഒരു കേസിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇനി പറയുന്ന രീതിയിലാണ്. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഡിറ്റർമൈൻഡ് ബൈ ദി കമ്മീഷൻ ലെസ് ടാക്സ് ഓൺ ഇൻകം ഡിക്ലെയർഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫ്രം 1st April of the assessment year till the date of the order of the commission. Rate of interest 1% per month or part of a month. സോ ഈ ഒരു കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിലുള്ള ടാക്സ് എത്രയാണോ ആ ടാക്സിൽ നിന്നും സെറ്റിൽമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ഇൻകത്തിലുള്ള ടാക്സ് എത്രയാണോ ആ ടാക്സ് ലെസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയറിൻ്റെ 1st April മുതൽ കമ്മീഷൻ്റെ ഓർഡറിൻ്റെ ഡേറ്റ് എന്നാണോ അന്ന് വരെയുള്ള പീരീഡിലേക്കായിരിക്കും. ആൻഡ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1% ആണ്. 1% per month or part of a month. Okay. And the third portion is where as a result of an order of reassessment under section 147 or under section 153A, the amount on which interest was payable in respect of shortfall in payment of advance tax for any financial year is increased. അതായത് അസസ്ഡ് ടാക്സിനേക്കാളും കുറവാണ് പേ ചെയ്യുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എങ്കിൽ ആ ഒരു കേസിൽ ഈ ഷോർട്ട് ഫോൾ വരുന്ന എമൗണ്ടിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആകും. ഇപ്പോൾ അസസ്ഡ് ടാക്സ് ഒരു 50,000 റുപ്പീസും പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് ഒരു 40,000 ആണെങ്കിൽ 10,000 റുപ്പീസ് അവിടെ ഷോർട്ടാണ് പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൽ. സോ ഈ 10,000 റുപ്പീസിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി സെക്ഷൻ 147 പ്രകാരമോ അല്ലെങ്കിൽ സെക്ഷൻ 153A പ്രകാരമോ വരുന്ന റീഅസസ്മെൻറ്റിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അസസ്ഡ് ടാക്സിനേക്കാളും കുറവായിട്ട് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്ന എമൗണ്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ എക്സാമ്പിളിൽ 10,000 റുപ്പീസ് ഈ പറഞ്ഞ റീഅസസ്മെൻറ്റിൻ്റെ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ ആ കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. The interest shall be charged from 1st April next following such financial year and ending on the date of the reassessment. അതായത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് 1st April മുതൽ റീഅസസ്മെൻറ്റ് നടക്കുന്ന ഡേറ്റ് വരെയുള്ള പീരീഡാണ്. ഈ ഒരു പീരീഡിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ എമൗണ്ട് ബൈ വിച്ച് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഡിറ്റർമൈൻഡ് ഓൺ റീഅസസ്മെൻറ്റ് എക്സീഡ്സ് ദ ടാക്സ് ഓൺ ദ ടോട്ടൽ ഇൻകം ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റെഗുലർ അസസ്മെൻറ്റ്. അതായത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇനി പറയുന്നതാണ്. റെഗുലർ അസസ്മെൻറ്റ് നടത്തുമ്പോൾ റെഗുലർ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിൽ പേബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട് കാണും. അതുപോലെ റീഅസസ്മെൻറ്റ് നടത്തുമ്പോൾ റീഅസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ടോട്ടൽ ഇൻകത്തിൽ പേബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ടും കാണും. ആൻഡ് ഈ റീഅസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് റെഗുലർ അസസ്മെൻറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും എത്ര കൂടുതലാണോ ആ കൂടുതലാകുന്ന അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന എമൗണ്ടിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് പ്രൊവിഷൻ ഇസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഷാൾ ഓട്ടോമാറ്റിക്കലി ബി റിവൈസ്ഡ് വെയർ ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇസ് വേരിയഡ് ആസ് എ റിസൾട്ട് ഓഫ് റിവിഷൻ, അപ്പീൽ ഓർ റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്ക്. അതായത് റിവിഷൻ്റെയോ അപ്പീലിൻ്റെയോ റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്കിൻ്റെയോ ഭാഗമായി ടാക്സിൻ്റെ എമൗണ്ട് വേരി ചെയ്യുകയാണ്, ടാക്സിൻ്റെ എമൗണ്ട് വ്യത്യാസപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും റീവൈസ് ചെയ്യപ്പെടും. ഓക്കെ. ഇനിയൊരു എക്സ്പ്ലനേഷൻ ആണ്. വെയർ ഇൻ റിലേഷൻ ടു ആൻ അസസ്മെൻറ്റ് ഇയർ ആൻ അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം അണ്ടർ സെക്ഷൻ 147 ദ അസസ്മെൻറ്റ് സോ മെയ്ഡ് ഷാൾ ബി റിഗാർഡഡ് ആസ് എ റെഗുലർ അസസ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ. അതായത് ഒരു അസസ്മെൻറ്റ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 147 പ്രകാരം ഒരു അസസ്മെൻറ്റ് ഫസ്റ്റ് ടൈം ആണ് നടക്കുന്നത് എങ്കിൽ
ഈ നടന്ന അസസ്മെൻറ്റിനെ ഈ സെക്ഷൻ്റെ പർപ്പസിനായിട്ട് ഒരു റെഗുലർ അസസ്മെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ക്ലിയർ? We will discuss the balance portion under advance payment of tax in the next lectures. Thank you.